നമ്മൾ മേളയുടെ രണ്ടാം ദിനമായ ഇന്ന് ഭക്ഷണ പന്തലിലാണുള്ളത്. ഒരുപാട് കുട്ടികൾ ഭക്ഷണം കഴിക്കാൻ ഇവിടെ എത്തിയിട്ടുണ്ട്. വളരെ മനോഹരമായ രീതിയിൽ ഭക്ഷണം ഒരുക്കാൻ ഭക്ഷണ കമ്മിറ്റിക്ക് സാധിച്ചിട്ടുണ്ട്. നല്ല വിഭവങ്ങൾ, ഒരു സദ്യയുടെ ഒരുക്കങ്ങളാണ്. സമ്പൂർണ്ണമായിട്ടും എല്ലാ ഭക്ഷണ സാധനങ്ങളിൽ രുചിയേറിയ മേളയുടെ ഏറ്റവും മനോഹരത എപ്പോഴും ആളുകൾ പറയുന്നത് ഭക്ഷണ കമ്മിറ്റിയാണ്. അപ്പോൾ ആ ഒരു ഭക്ഷണ കമ്മിറ്റിക്ക് നല്ല രീതിയിൽ ഇത് അറേഞ്ച് ചെയ്യാനും ആളുകളെ ഊട്ടാനും സാധിച്ചിട്ടുണ്ട്. ഒരുപാട് ആളുകൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. വരും ദിവസങ്ങളിൽ ഇതിലും വിഭവസമൃദ്ധമായ സദ്യ ഞങ്ങൾ ഈ മേളയ്ക്ക് വേണ്ടി ഒരുക്കും. ഈ ഒരു മേളയിലേക്ക് സ്നേഹത്തോടു കൂടി ഈ നാദാപുരം സബ് ജില്ലാ കലോത്സവം ഇന്നലെ മുതൽ ആരംഭിച്ചു. ഇന്നലെ തന്നെ കഴിഞ്ഞ വർഷം നൽകിയ ഭക്ഷണത്തേക്കാൾ ഏകദേശം 750 ആളുകൾ, ഏകദേശം 1000-ഓളം ആളുകൾക്ക് അധികമായി ഭക്ഷണം ഇന്നലെ വിളമ്പിയിട്ടുണ്ട്. വളരെ നമ്മൾ ഫീഡ്ബാക്ക് എടുത്തിരുന്നു. ഫീഡ്ബാക്ക് എടുത്തപ്പോൾ കുട്ടികളും രക്ഷിതാക്കളും അതുപോലെ തന്നെ കുട്ടികളെ തയ്യാറാക്കിയിട്ടുള്ള അധ്യാപകരും ഒക്കെ തന്നെ പറഞ്ഞിട്ടുള്ളത് ഏറ്റവും രുചികരമായ ഭക്ഷണം എന്ന് തന്നെയാണ്. ഒരു ജില്ലാ മേളയ്ക്ക് ഉള്ള അറേഞ്ച്മെൻറ്റ്സിനേക്കാൾ കൂടുതൽ സൗകര്യം ഇവിടെ ഏർപ്പാടാക്കിയിട്ടുണ്ട്. അതിന് നേതൃത്വം കൊടുക്കുന്ന അബ്ബാസ് കണേക്കൽ, അതുപോലെ നാദാപുരം സബ് ജില്ലാ KSTU കമ്മിറ്റിയുടെ പ്രസിഡന്റ് KV കുഞ്ഞമ്മദ് മാസ്റ്റർ, അതിൻ്റെ ഖജാൻജി മാണിക്കഞ്ചേരി അമിത് മാസ്റ്റർ ഉൾപ്പെടെയുള്ള ആളുകൾ ഇവിടെയുണ്ട്. അതുപോലെ തന്നെ മറ്റൊരു സവിശേഷത എന്താണ്, ഇവിടുത്തെ പൂർവ്വ വിദ്യാർത്ഥി കൂട്ടായ്മ ഇവിടെ വരുന്ന ഇന്ന് 3 ദിവസങ്ങളിൽ മുഴുവൻ ആളുകൾക്കും ഫ്രീ ആയി ചായയും അതുപോലെ തന്നെ കടിയും നൽകുകയാണ്, സ്നാക്സ് നൽകുകയാണ്. കൂടാതെ വൈകുന്നേരങ്ങളിൽ ചുക്ക് കാപ്പിയും സൗജന്യമായി വിതരണം ചെയ്യുകയാണ്. സൗജന്യമായിട്ട് ചായയും അതുപോലെ സ്നാക്സും കൊടുക്കാമെന്ന് മറ്റുമൊക്കെ ചെയർമാൻ വിശദമായിട്ടുള്ള പറഞ്ഞു. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ഈ രീതിയിൽ പന്തൽ ഒരുക്കുന്നതിന് ഞങ്ങൾക്കുള്ള സഹായം ചെയ്തു തന്നിട്ടുള്ളത് ഇവിടുത്തെ രാഷ്ട്രീയ വളരെ നല്ല ഭക്ഷണം, വളരെ അതിൻ്റേതായ സുഖമായ രീതിയിൽ ആൾക്കാർക്ക് വന്ന് കഴിക്കാനും വളരെ സുഖമായിട്ട് പോകാനൊക്കെ ഉള്ള നിയന്ത്രണങ്ങളും ഭക്ഷണം അങ്ങനെ സൂപ്പറായിട്ട് എല്ലാ സാധനങ്ങളുണ്ട്. പായസം അടക്കം ഇന്നലെ ഞാൻ വൈകുന്നേരം വരെ ഇവിടെ സജീവമായിട്ടുണ്ടായിരുന്നു. എന്താ പറയുക, ഇത്തരത്തിലുള്ള ഒരു ഭക്ഷണശാല ഞാൻ എൻ്റെ ജീവിതത്തിൽ ഞാൻ